ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പതിവ് പോലെ രാവിലത്തെ പണികൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഒരു 4:15 ആവാറാകുമ്പോൾ എണീറ്റ് പണികൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പഴയ പോലെ ആവാനുള്ള ശ്രമത്തിലാണ്. ഹെൽത്തൊക്കെ ഓക്കെ ആയി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പരിപ്പും ചക്കക്കുരുവാണ് കറി വെക്കാൻ പോകുന്നത്. തലേ ദിവസം സാമ്പാറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഏട്ടൻ ചക്ക കഴിക്കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുരു കുറച്ചേ ഉള്ളൂ. അപ്പോൾ പരിപ്പും ചക്കക്കുരും കൂടിയിട്ട് തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ചക്കക്കുരു കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉപ്പേരി വെക്കായിരുന്നു കേട്ടോ. എനിക്ക് ഉപ്പേരി വെച്ചത് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാവിലത്തെ ചായക്ക് നൂൽപുട്ടാണ്. നൂൽപുട്ടും തേങ്ങാപ്പാലാണ്. ശങ്കരേട്ടന് അതാണ് ഇഷ്ടം. നൂൽപുട്ടിലേക്ക് തേങ്ങാപ്പാലാണ് ആൾ കഴിക്കാറ്. അപ്പോൾ നമ്മൾ ഒരു തേങ്ങ പൊളിച്ച് കഴിഞ്ഞാൽ കറിയിലേക്ക് എടുക്കാം, തേങ്ങാപ്പാലും ഉണ്ടാവും. അങ്ങനെ രാവിലത്തെ പണികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ലാസ്റ്റ് അരി അടുപ്പത്തിട്ടത്. ഉച്ചത്തേക്കല്ലേ ചോറിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. രാവിലെ നേരത്തെ എണീറ്റ് പണികളൊക്കെ കഴിയുമ്പോൾ തന്നെ മനസ്സിന് വലിയൊരു ആശ്വാസമാണ് കേട്ടോ. ഒരു പോസിറ്റീവ് എനർജിയാണ്. അതല്ലെങ്കിൽ ഇങ്ങനെ തൂങ്ങി പിടിച്ച് ഇങ്ങനെ ഇരിക്കും പകൽ മുഴുവൻ. അപ്പോൾ നമുക്ക് അസ്വസ്ഥതകൾ കൂടുതലുണ്ടാവുള്ളൂ. അപ്പോൾ മാക്സിമം എനിക്ക് ആവതുണ്ട് വെച്ചെങ്കിൽ ഞാൻ എണീറ്റിട്ട് പണികൾ ചെയ്ത് തീർക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ റെസ്റ്റ് എടുക്കും. അപ്പോൾ 5:45 ആകുമ്പോഴത്തേനും നമ്മുടെ നൂൽപുട്ടും തേങ്ങാപ്പാലും അതുപോലെ പരിപ്പും ചക്കക്കുരും കറിയും എല്ലാം ആയിട്ടുണ്ട്. നേരം വെളുത്ത് വരുന്നതന്നെ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള പണികളൊക്കെ ഏട്ടൻ പണിക്ക് പോയതിൻ്റെ ശേഷമാണ് കേട്ടോ ചെയ്യാറ്. തുടയ്ക്കാനുണ്ടാവും, തുണി കഴുകാനുണ്ടാവും, അതുപോലെ കുളിക്കുക, വിളക്ക് വയ്ക്കുക, ആ കാര്യങ്ങളൊക്കെ ഏട്ടൻ പണിക്ക് പോയതിൻ്റെ ശേഷമാണ് ചെയ്യാറ്. അപ്പോൾ ആൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു കറി കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കുമെന്ന്. ആൾക്ക് തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാൻ തന്നെയാണ് ഇഷ്ടം. പക്ഷെ ഒരു ദിവസം ഇതുപോലെ സാമ്പാർ വെച്ചിട്ട് ആൾ സാമ്പാർ കൂട്ടി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അയ്യോ, തേങ്ങാപ്പാൽ ചേർത്തിട്ട് കുറച്ച് കഴിച്ചിട്ട് ഇതിങ്ങനെ കുറച്ച് രണ്ടും കൂടിയായിട്ട് കഴിക്കായിരുന്നു അല്ലേ എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും പറ്റിയില്ല, ആൾക്ക് ഫുഡൊക്കെ കഴിച്ച് മതിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പരിപ്പും ചക്കക്കുരും കൂടിയിട്ട് കറി വെച്ചത് ആൾ നൂൽപുട്ടിൻ്റെ കൂടെ കഴിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾക്കത് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് പിന്നെ ആളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് പിന്നെ ആൾ കഴിച്ചു. നന്നായിട്ടുണ്ട്, നമ്മൾ വെച്ചുണ്ടാക്കിയ ഭക്ഷണം നന്നായിട്ടുണ്ട് എന്ന് കഴിച്ച് നോക്കിയിട്ട് പറയുമ്പോൾ അത് മനസ്സിലേക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഞാൻ കാലത്ത് ചില ദിവസങ്ങളിലെ പലഹാരങ്ങൾ കഴിക്കാറുള്ളൂ കേട്ടോ. അത് മൂഡ് അനുസരിച്ചിരിക്കും. ചില ദിവസങ്ങളിൽ ഞാൻ കാലത്ത് ചോറാകും കഴിക്കുക. എനിക്ക് കൂടുതലും രാവിലെ ചോറ് കഴിച്ചാണ് ശീലം. വീട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ രാവിലെ ചോറ് കഴിച്ചിട്ട് അല്ലെങ്കിൽ രാവിലെ ക്ലാസ്സിലേക്ക് ചോറ് കൊണ്ടുവരികയാണ് ചെയ്യുക. അപ്പോൾ പലഹാരം ഉണ്ടാക്കൽ വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു ശീലത്തിൽ നിന്ന് ഇപ്പോൾ മാറി വരുന്നേ ഉള്ളൂ. അപ്പോൾ ചില ദിവസങ്ങളിൽ രാവിലെ പലഹാരം കഴിക്കും, പക്ഷേ ചില ദിവസങ്ങളിൽ രാവിലെ ചോറാണ് കൂടുതൽ കഴിക്കുക. എനിക്കതാണ് കേട്ടോ കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം. ഉച്ചയ്ക്ക് ചോറ് കഴിക്കണേക്കാൾ കൂടുതൽ എനിക്ക് കാലത്ത് ചോറ് കഴിക്കാനാണ് ഇഷ്ടം. ഉച്ചയ്ക്ക് എന്തെങ്കിലും പലഹാരം കിട്ടിയാലും മതിയാവും. എല്ലാം നേരെ ഓപ്പോസിറ്റാണ്. ഫുഡൊക്കെ കഴിച്ച് ഏട്ടൻ പണിക്ക് പോയി കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള പണികൾ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് ഞാൻ. തലയിൽ എണ്ണ തേച്ചിട്ടുണ്ട്. 2 ദിവസം കൂടുമ്പോഴൊക്കെ തലയിൽ എണ്ണ തേക്കുള്ളൂ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു, ഭക്ഷണം കഴിച്ചു. യൂട്യൂബിൽ ഇടാൻ വേണ്ടി കുറച്ച് ഷോർട്സ് വീഡിയോസൊക്കെ എടുക്കാണ്ടായിരുന്നു, അതൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കേണ്ട ടൈമായി. അപ്പോൾ ഏട്ടന് ബുൾസൈ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബുൾസൈയൊക്കെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഉച്ചത്തെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. നേരെ ഇനി ക്ലാസ്സിൽ പോകണം. ആൾ കുറച്ച് നേരം കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഞാൻ നേരെ ക്ലാസ്സിൽ പോയി. അങ്ങനെ ഇപ്പോൾ കുട്ടികളിപ്പോൾ കുറവാണ്. വെക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ കുട്ടികൾ 2 പേര് 3 പേരൊക്കെ ആയിട്ടാണ് വരുന്നുള്ളൂ കേട്ടോ. ടീച്ചേഴ്സ് ഇല്ലാത്ത കാരണം നമ്മൾ ഡാൻസൊക്കെ നിർത്തി വെച്ചേക്കാണ്. നമ്മുടെ ഫ്ലിപ്പിൻ്റെ ക്ലാസ് മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ. പിന്നെ കട്ടിലൊക്കെ കൊണ്ടുപോയി ഇട്ടതിന് ശേഷം നമ്മൾ ക്ലാസ് ക്ലീൻ ചെയ്തപ്പോൾ ക്ലാസ്സിനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇനിയും കുറച്ച് മാറ്റങ്ങൾ കൂടി വരുത്താനുണ്ട് വഴിയെ. അതൊക്കെ പതുക്കെ സെറ്റ് ചെയ്യണം. പിന്നെ ക്ലാസ്സിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടിയൊക്കെ മേടിക്കാനുണ്ട്. അതൊക്കെ പതുക്കെ മേടിച്ച് കുട്ടികൾക്ക് ചാടാനും മറിയാനൊക്കെ ഉള്ള ബെഡ് കാര്യങ്ങളെല്ലാം പതുക്കെ സെറ്റാക്കണം. അതൊക്കെ നമുക്ക് ബഡ്ജറ്റിൻ്റെ ഒരു പ്രശ്നമുള്ള കാരണം കൊണ്ടാണ് കേട്ടോ. അതൊക്കെ പിന്നീട് ഇങ്ങനെ നീണ്ടു പോണത്. നമുക്ക് മനസ്സിലുണ്ട് എല്ലാം ചെയ്യണം എന്നുള്ളത്. അങ്ങനെ കുറേശ്ശെ ആയിട്ട് എല്ലാം ചെയ്ത് സെറ്റാക്കണം. പിന്നെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് രജിസ്റ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. അതിന് ശേഷം പിള്ളേർ വന്നു. അപ്പോൾ അദ്വൈതിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ അദ്വൈതിൻ്റെ അടുത്ത് അവൻ തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അവനോട് ചിലവ് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിഠായിയൊക്കെ കൊണ്ടുവന്ന് തന്നു. പിന്നെ ഇന്ന് 3 പേരെ ക്ലാസ്സിന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് നേരം എക്സസൈസും കാര്യങ്ങളും എല്ലാം ചെയ്തു. പിന്നെ കുറച്ച് നേരം അവരുടെ അടുത്ത് വർത്തമാനം പറഞ്ഞു. അതിൻ്റെ ഇടയിൽ എൻ്റെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളായിട്ട് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു. അവൾ വരുമ്പോൾ ഒരു ഫ്ലവർ വേസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഇഷ്ടമായി എനിക്ക്.
അവൾ വീട്ടിലേക്ക് മേടിച്ച് കൊണ്ട് വന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ 2 കിക്കറ്റ് മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുത്തു. അങ്ങനെ അവർ നേരെ ക്ലാസ്സിന് കയറി. അപ്പോൾ ഇവൾ നല്ല ഭംഗിയിൽ സാരി കൊടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളെ വീഡിയോ എടുക്കണതിൻ്റെ ഇടയിൽ ഒരാൾ അതിൻ്റെ ഇടയിൽ ക്ലാസ്സിൻ്റെ ഇടയിൽ നിന്ന് ഓടി വന്നിട്ട് ഒരു ഹായ് പറഞ്ഞിട്ട് ഓടിപ്പോയിട്ടാ. അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു. അപ്പോൾ ഇതാണ് കേട്ടോ അവൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഫ്ലവർ വേസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ മേശയുടെ മുകളിൽ കൊണ്ടുവന്ന് വെക്കണത്, നമ്മുടെ വീട്ടിലെ മേശയുടെ മുകളിൽ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയിരുന്ന് വന്ന് ചായയൊക്കെ കുടിച്ചു. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങളുടെ സംസാരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഒരാൾ വീഡിയോ എടുത്തപ്പോൾ കാണിച്ച് കൂട്ടിയിട്ടുള്ള അങ്കാണ് കേട്ടോ അത്. ഞാൻ പറഞ്ഞു ഇതേപോലെ തന്നെ ഞാൻ യൂട്യൂബിൽ ഇടും, ഇത് പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. അങ്ങനെ ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ളോഗ് ഇതായിരുന്നു, കുഞ്ഞ് വിശേഷം ഇതായിരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ, ബൈ ബൈ.